കൊച്ചി ധനുഷ്കോടി ദേശീയപാത വികസന പ്രവർത്തികൾ പ്രദേശവാസികളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെയും കുടിവെള്ള വിതരണത്തെയും തടസ്സപ്പെടുത്തുന്നതായി പരാതി. പ്രശ്നപരിഹാരമുണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും നാട്ടുകാർ പറഞ്ഞു. നേര്യമംഗലം വില്ലാഞ്ചിറയിൽ 25ഓളം കുടുംബങ്ങൾ 75 വർഷത്തിലധികമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന അവരുടെ വീടുകളിലേക്ക് പ്രവേശിക്കുന്ന വഴികൾ തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് ദേശീയപാത വികസനം നടത്തുന്നത്. ജനപ്രതിനിധികളായിട്ടുള്ള ചർച്ചയിൽ പ്രദേശവാസികൾക്കെല്ലാം റാമ്പ് കെട്ടി വഴി നൽകാമെന്ന് ഉറപ്പ് നൽകിയെങ്കിലും ഇതെല്ലാം ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പൊളിച്ചിട്ട വഴിയിലൂടെ വീട്ടിലേക്ക് നടന്നു പോകവേ രാധ എന്ന വീട്ടമ്മയ്ക്ക് വീണ് പരിക്കേൽക്കുകയുണ്ടായി. ഞങ്ങൾക്ക് വേറെ കൂലിപ്പണി എടുക്കാൻ മാർഗമില്ല. ഞങ്ങൾക്ക് 2 പെങ്കൊച്ചുങ്ങൾ മാത്രം ഉണ്ടായിരുന്നു. 2 പേരെയും കെട്ടിച്ചിട്ടു. ഞങ്ങൾ 2 കാരണന്മാർ മാത്രമാണ് ഇപ്പോൾ ഇവിടെ നിലവിൽ ഞങ്ങളുടെ വീട്ടിലുള്ളൂ. ഞങ്ങൾക്ക് ഇപ്പോൾ ഈ പെട്ടിക്കട നടത്താണ്ടിരിക്കാൻ ഞങ്ങൾക്ക് മാർഗ്ഗമില്ല. ഞങ്ങൾക്ക് അരി മേടിക്കാൻ വേറെ ഒരു വശമില്ല. അപ്പോൾ ഈ പെട്ടിക്കട നടത്തണമെങ്കിൽ ഞങ്ങൾക്ക് ആ വീട്ടിൽ നിന്ന് കയറി വന്നിട്ട് വേണം. കയറി വരാനോ ഇറങ്ങിപ്പോകാനോ അവിടെ നിന്ന് ഇച്ചിരി വെള്ളം എടുത്തുകൊണ്ടുവരാനോ ഒന്നും ഞങ്ങൾക്ക് പറ്റാത്തൊരവസ്ഥ ആയേക്കണത്. അവിടെ ആ ഇറങ്ങി കിടക്കണ വഴിക്ക് വീണാണ് എൻ്റെ കൈ മാതിരി പൊട്ടുപറ്റി ഇപ്പോൾ 10-25 ദിവസമായി ഇരിക്കണം. ഇപ്പോൾ ഒരു കൈ കൊണ്ട് മാത്രമാണ് ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും എടുക്കാൻ പറ്റും. കെട്ടിയവനാണെങ്കിലും അതിനും പാടില്ലാത്തതാണ്. അപ്പോൾ അങ്ങനെയാണ് ഇതിൽ നിന്ന് ഞങ്ങളുടെ വഴിയും വെള്ളം ഞങ്ങൾക്ക് അത്യാവശ്യം ഇറങ്ങി നടക്കാൻ രാത്രി വന്നൊരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ അവിടെ നിന്ന് ഒരു മനുഷ്യൻ അയൽക്കാർ വന്നാൽ പോലും ഞങ്ങളെ റോട്ടിൽ കയറ്റാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ അതിന് ഒരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. റോഡ് പണിയുടെ പേരിൽ ഇവരുടെ കുടിവെള്ള പൈപ്പ് ലൈനുകളും നശിപ്പിച്ചു. കുടിവെള്ളം പോലും കിട്ടാത്ത അവസ്ഥയാണ് ഇപ്പോൾ നാട്ടുകാർക്ക്. കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് നടക്കുന്നതെന്ന് വാർഡ് മെമ്പറും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ സൈജൻ ചാക്കോ പറഞ്ഞു. ഈ റോഡ് സൈഡിൽ താമസിക്കുന്ന NHന്റെ സൈഡിലായിട്ട് താമസിക്കുന്ന 10-25ഓളം കുടുംബങ്ങൾ കടുത്ത മനുഷ്യാവകാശ ലംഘനം നേരിടുകയാണ്. ഇവിടെ വർഷങ്ങളായി സർക്കാർ പതിച്ചു കൊടുത്ത ഭൂമിയിൽ താമസിക്കുന്നവരും മറ്റ് ആളുകളുടെ കയ്യിൽ നിന്ന് ഭൂമി വാങ്ങിയവരുമായിട്ടുള്ള ആളുകൾ, പാവപ്പെട്ട 25ഓളം കുടുംബങ്ങൾക്ക് ഈ NHന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വഴി കൊടുക്കാത്ത ഒരു സാഹചര്യമാണ്. ഇത് NHന്റെ അധികാരികളുമായി സംസാരിക്കുകയും ഈ സൈഡിൽ റിട്ടേണിംഗ് വാൾ ചെയ്യുന്ന സമയത്ത് അവർ ഇവരെയും ഒപ്പം പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ എന്നെയും ഈ സൈഡിൽ ഇറങ്ങിപ്പോകാനുള്ള വഴി റാമ്പ് കെട്ടി ഇവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് അതിനുശേഷം അവരുടെ സ്ഥലം സൈഡിലെടുത്ത് പണി തുടങ്ങുകയും പിന്നീട് വലിയ പൊക്കത്തിൽ ഇതിൻ്റെ സൈഡ് വാൾ കെട്ടിപ്പൊക്കിയിട്ട് ഇപ്പോൾ അവസാന നിമിഷം അവർ വഴി കൊടുക്കാമെന്ന് പറഞ്ഞ് കുറച്ച് സ്ഥലങ്ങളിൽ ഇങ്ങനെ ക്യാപ്പിട്ടിട്ട് അവസാന നിമിഷം ഇപ്പോൾ ഇവർ കൊടുക്കാതെ തന്ത്രപൂർവ്വം പണി തീർത്ത് പോകാനുള്ളൊരു ശ്രമം നടക്കുകയാണ്. ഈ ആളുകൾ പാവപ്പെട്ട സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ള സ്കൂളിൽ പോകുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ള പ്രായമായ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ള നിരവധി ആളുകളാണ് ഒരു മാർഗവുമില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരവസ്ഥയിൽ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. പ്രായമായ ആളുകൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്കൊന്നും നടന്നു പോകാൻ പറ്റാത്ത, അവരുടെ ജീവൻ പോലും അപകടത്തിലാകുന്ന സ്ഥിതിയാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ ഉള്ളത്. അപ്പോൾ അടിയന്തരമായിട്ട് ഇവർക്ക് റാമ്പ് നിർമ്മിച്ച് ഇവരുടെ വീട്ടിലേക്ക് സുഗമമായി പോകാനുള്ള ഒരു സാഹചര്യം NHന്റെ കോൺട്രാക്ടറും അതുപോലെ തന്നെ NH ഡിപ്പാർട്ട്മെൻറ്റും നടപ്പിലാക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ജയൻ പൈനാപ്പിളിൽ, രാധ ഇടപ്പേതിൽ, നാരായണൻ തേക്കനാട്ടുകുടിയിൽ, കൃഷ്ണൻകുട്ടി തടത്തിക്കുന്നേൽ, ജോൺസൺ കോക്കണ്ടത്തിൽ, ജോയ് പൗലോസ് പുല്ലൻ, ബിലാൽ മുഹമ്മദ്, ജോസ്കോ കണ്ടത്തിൽ, ജോസ് മണ്ണത്താനിക്കൽ, കബീർ, സാൻഡി മിറ്റത്താനിക്കൽ, സജി ചാക്കോ കല്ലമ്പള്ളി, ചാക്കോ ദേവസ്യ, നാസർ അറമംഗലം, ജാൻസി ജയേഷ്, ആലിസ് ജോർജ് കല്ലമ്പള്ളി, ബോസ് താഴത്തോട്ട് തുടങ്ങി 25ഓളം കുടുംബങ്ങൾക്കാണ് വഴി നിഷേധിക്കപ്പെട്ടിരിക്കുന്നത്. ദേശീയപാത വികസനത്തിന്റെ പേരിൽ പ്രദേശവാസികൾ നേരിടേണ്ടി വന്നിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും നാട്ടുകാർ വ്യക്തമാക്കി. ഞാനിവിടെ 48 കൊല്ലം താമസം തുടങ്ങിയിട്ട് എൻ്റെ പട്ടയഭൂമിയിലേക്ക് എനിക്ക് ഇറങ്ങി നടക്കാനോ എൻ്റെ വീട്ടിലേക്ക് പോകാനോ ഒന്നും എനിക്ക് വഴിയില്ല. ഞങ്ങൾക്ക് ഈ വഴി ഒന്ന് തുറന്നു തന്നുവെന്ന് ഞങ്ങൾ വിനീതമായിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ്. ഞങ്ങൾക്ക് ഇതിൻ്റെ NHന്റെ പണി കിടക്കുന്ന കാരണം ഞങ്ങൾക്ക് വഴി ഇട്ടിട്ടില്ല. വഴി ഇടാന്ന് അവർ ഞങ്ങളോട് പറഞ്ഞതാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോഴും അവർ കോൺക്രീറ്റും ഇതും കാര്യങ്ങളായിട്ട് കെട്ടിപ്പോക്കും. ആദ്യം ഒരു വിടവിട്ടാ റാമ്പ് പോലെ പണിത് തരാമെന്ന് ഞങ്ങളോട് പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ അവർ അവിടെ കോൺക്രീറ്റ് ഇട്ട് പൊക്കി 2 ദിവസമായിട്ട് ഇപ്പോൾ കമ്പി ഇട്ട് കെട്ടി പകുതിയോളം വാർത്ത് കഴിഞ്ഞു. ഇനി മുകളിലേക്ക് വാർക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ അവർ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഇട്ട് തന്നിട്ടില്ല. പിന്നെ ഞങ്ങളുടെ കുടിവെള്ളം ഞങ്ങൾക്ക് ഇവിടെ ഒരു പൈപ്പ് ഉണ്ടായിരുന്നു, അതൊക്കെ പൊട്ടിച്ചു. അതിപ്പോൾ വെള്ളം കിട്ടാണ്ടായിട്ട് മാസങ്ങളായി. അവരോട് നന്നാക്കുന്ന കാര്യം പലവട്ടം പറഞ്ഞെങ്കിലും അവർ നന്നാക്കി തന്നിട്ടില്ല ഇതുവരെ. പിന്നെ പിള്ളേരൊക്കെ ഉള്ളത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് വഴിയില്ലാത്ത കാരണം കയറി പോകാനും സൗകര്യങ്ങൾക്കൊക്കെ പാടാണ്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.